ഈ ഷെയർ ഓട്ടോയിൽ യാത്ര ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾ കുറെ പേർക്കെങ്കിലും മനസ്സിലായി കാണും, നമ്മൾ ഇന്ന് തമിഴ്നാട്ടിലാണുള്ളത്. തമിഴ്നാട്ടിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന വളവ് കഴിയുമ്പോൾ നിങ്ങൾ കുറെ പേർക്കെങ്കിലും ഈ സ്ഥലം മനസ്സിലാകും. ഇതാണ് തഞ്ചാവൂരിൻ്റെ ചരിത്രവും സംസ്കാരവും പേറുന്ന രാജരാജേശ്വര ക്ഷേത്രം. ബൃഹദീശ്വര ക്ഷേത്രം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായി ഈ ക്ഷേത്രം യുനെസ്കോ പട്ടികയിലൊക്കെ ഇടം നേടിയിട്ടുണ്ട്. വലിയ 3 കവാടങ്ങൾ കടന്നതിന് ശേഷമാണ് ക്ഷേത്രത്തിലെത്തുക. ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു രൂപരേഖ. ആദ്യ കവാടം പണിതിരിക്കുന്നത് മറാത്ത രാജവംശമാണെന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ തന്നെ അവിടെ ചിത്രങ്ങളോ മറ്റ് കലാരൂപങ്ങളോ കൊത്തിവെച്ചിട്ടില്ല. രണ്ടാം കവാടം കഴിഞ്ഞ് ചെന്നെത്തുന്നത് വിശാലമായ ഏരിയയിലേക്കാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ബാഗുകളും ചെരുപ്പുകളുമൊക്കെ ക്ലോക്ക് റൂമിൽ ഏൽപ്പിക്കാവുന്നതാണ്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇതാണ് മൂന്നാമത്തെയും അവസാനത്തേതുമായ കവാട ഗോപുരം. ഇവിടെ ചെക്കിങ്ങും മറ്റു കാര്യങ്ങളും ഇവിടെ ഉണ്ടാകുന്നതാണ്. അങ്ങനെ 3-ാം കവാടവും കടന്ന് നമ്മളെത്തുന്നത് ക്ഷേത്രത്തിനുള്ളിലേക്കാണ്. ഇവിടെ തമിഴിൽ പല ചരിത്ര കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. AD 2010 ചോള രാജാവായ രാജരാജ ചോളൻ ഒന്നാമൻ നിർമ്മിച്ച ക്ഷേത്രമാണ് ഇത്. നമ്മളെത്തിയ സമയം വളരെ നല്ലതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ മഴ പെയ്തു. അതിനാൽ അകത്തുള്ള നടപ്പന്തലിലൂടെയാവാം ഇനിയുള്ള കാഴ്ചകൾ. 1000-ലധികം കൽത്തൂണുകൾ കൊണ്ട് നിർമ്മിച്ച ഈ നടപ്പന്തൽ ഒരത്ഭുതം തന്നെയാണ്. ഒറ്റക്കല്ലിൽ തീർത്ത 10 അടിയോളം ഉയരമുള്ള ഒരു നന്ദി ശില്പവും ഇവിടെ കാണാം. നടപ്പന്തലിനുള്ളിൽ ചെറിയൊരു മ്യൂസിയം ഉണ്ട്. കാലഹരണപ്പെട്ടുപോയ ചിത്രങ്ങളും ശില്പങ്ങളുമൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പുറത്താണെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. ഉടനെയൊന്നും ക്ഷേത്രമുറ്റത്തേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എത്ര വലിയ മഴ പെയ്താലും വെള്ളം തളം കെട്ടിക്കിടക്കുന്ന രീതി അവിടെ ഇല്ല. അതുപോലെയാണ് അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം. നൂറ്റെട്ടിലധികം ശിവലിംഗങ്ങൾ ഈ നടപ്പന്തലിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതൊരു നല്ല കാഴ്ച തന്നെയാണ്. എത്ര വലിയ മഴ പെയ്താലും അതൊന്നും തൻ്റെ സൗന്ദര്യത്തെ തെല്ലും ബാധിക്കില്ല എന്ന രീതിയിലുള്ള ആ നിൽപ്പ് തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ മനോഹരം കാഴ്ച. പ്രധാന ദേവത ശിവനാണെങ്കിലും ഗണപതി, സുബ്രഹ്മണ്യൻ, ഭഗവതി എന്നിങ്ങനെയുള്ള മറ്റ് ഉപദേവതകളെയും ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഈ കാണുന്ന വലുതും ചെറുതുമായ എല്ലാ ചിത്രങ്ങളും ഒറ്റക്കല്ലിൽ കൊത്തിത്തീർത്തതാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഒരു മെഷീനുകളുടെയും സഹായമില്ലാതെ കയ്യിൽ കൊത്തിത്തീർത്ത ആ കലാകാരന്മാരുടെയും ശില്പികളുടെയും കഴിവ് അപാരം തന്നെ.
ഏത് സൂര്യപ്രകാശത്തിലും പ്രധാന ഗോപുരത്തിൻ്റെ നിഴൽ നിലത്ത് പതിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് എങ്ങനെ അന്ന് സൃഷ്ടിച്ചു എന്നത് ഇപ്പോഴും അവ്യക്തമാണ്. ഇരുപത്തിയഞ്ച് ടൺ ഭാരവും 20 അടി ഉയരവുമുള്ള നന്ദിപ്രതിഷ്ഠ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. വൈകുന്നേരമായപ്പോൾ ക്ഷേത്രത്തിനുള്ളിലെ പൂജകൾക്ക് തുടക്കമായി. നന്ദിപ്രതിഷ്ഠയിൽ നടത്തുന്ന പല വസ്തുക്കൾ കൊണ്ടുള്ള അഭിഷേകങ്ങൾ കാണാൻ വളരെ മനോഹരമാണ്. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. തഞ്ചാവൂർ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. തഞ്ചാവൂർ ക്ഷേത്രത്തിലെ രാത്രികാല കാഴ്ചകളും വീണ നിർമ്മാണ കേന്ദ്രത്തിലെ കാഴ്ചകളും മ്യൂസിയത്തിലെ കാഴ്ചകളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജീവനും ദാസനും എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.